ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാർക്കിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഇവിടെ നിന്ന് വാൻസ്റ്റഡ് പാർക്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് എപ്പിക് ഫോറസ്റ്റ് വരെ നമുക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാൻസ്റ്റഡ് പാർക്കിൽ പോയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചും പല്ലവിയായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നല്ല ബ്ലൂബെൽസ് പൂത്ത് നിൽക്കാണ്ട്. അപ്പോൾ അത് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് കാണാനുള്ളൊരു പോക്കിലാണത് സൈക്കിളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മാപ്പ്. അപ്പോൾ ഈ പറഞ്ഞ ഇവിടെയാണ് ബ്ലൂബെൽസ് പൂത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാനത് കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഇന്ന് ലേറ്റ് ഉള്ളപ്പോൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഏകദേശം നമ്മുടെ വീട് ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇവിടം വരെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണം. ഓക്കെ, പറഞ്ഞ പാർക്കിൻ്റെ എൻട്രൻസ് മാപ്പ്. വെൽക്കം ടു വാൻസ്റ്റഡ് പാർക്ക്. ഇതൊരു പഴയ പാർക്കാണ്. ഇതിങ്ങനെ നീണ്ടങ്ങോട്ട് കിടക്കുവാണ്. ഇത് 1990-കളിലൊക്കെയാണ് ഇത് സ്ഥാപിതമായിട്ടെന്ന് പറയുന്നുണ്ട്. ക്രസന്റ് മോഡലായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. നൈസാണ്. ഞാനൊരു പ്രാവശ്യം വന്നതാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇരുട്ടായത് കാരണം അങ്ങോട്ടേക്ക് കറക്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ വന്നേക്കണം ഒറ്റയ്ക്ക് സൈക്കിളായിട്ട് നോക്കാം. അപ്പം ഞാനിപ്പോൾ സൈക്കിളിൻ്റെ ആ ഹോൾഡറിലാണ് ഇപ്പോൾ ഇത് ക്യാമറ ചെയ്യുന്നത്. അപ്പം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ചവിട്ടിയോട് പോവാണ് സൈക്കിള്. കുറച്ച് ലൈറ്റിൻ്റെ കുറച്ച് സീനുണ്ട്. ഇരുട്ടാണ്. പാർക്ക് അങ്ങനെ കാട് പിടിച്ചുകൊണ്ട് കിടക്കുവാണ്. നൈസ് വ്യൂവില് പാർക്ക് നല്ല വൈബായിട്ടാണ് കിടക്കുന്നത്. കൂടെ കാണാം. ഹായ്, എങ്ങനെയാണ് പാർക്ക് കിടക്കണെന്ന് മൂട്. അതിങ്ങനെ പതിയെ ചവിട്ടി നമുക്ക് അങ്ങനെ പോവാം. കൊള്ളാം. ഈ റോഡ് ബൈക്ക് സീനില്ല. പതിയെ ചവിട്ടി പോകാൻ പറ്റും. ചെറിയ വേരുകളൊക്കെ ഉണ്ട്. അപ്പം അതാണ് സീൻ. വേരിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിമ്മ് വളയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നോക്കി ചവിട്ടിയാൽ മതി. വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശാന്തിയാണ്. ഇങ്ങനെ നമുക്ക് നേരെ അങ്ങോട്ട് അടിച്ചു പോവാം. ഞങ്ങൾ അന്ന് വന്നപ്പോൾ കുറച്ച് ഇരുട്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കാടിൻ്റെ ഒരു വശ്യത ഉണ്ടായിരുന്നു. ഇപ്പം അതിച്ച് കുറവുണ്ട്. നല്ല സീനില്ല. പിന്നെ അങ്ങോട്ടേക്ക് വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ മാക്സിമം സൺലൈറ്റ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ചില സായിപ്പന്മാരൊക്കെ കാട്ടിലേക്ക് കയറി ഓരോ പൂക്കളൊക്കെ ഇങ്ങനെ മണത്തോണ്ടൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ അവർ ഓരോ പൂവിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് മണക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക, അങ്ങനത്തെ വൈബ്. പിന്നെ ഇവിടെ ഒരു പോണ്ടുണ്ട്. കൊള്ളാം. പോണ്ട് കൊള്ളാം. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നോക്കാം അവരെന്താ ചെയ്യുന്നത്. ഒന്ന് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി നൈസായിട്ടൊക്കെ ഒന്നിരിക്കാം. ബ്യൂട്ടി കൊള്ളാം. പറഞ്ഞ ഏരിയ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ സ്വിമ്മിങ്, നോ ബാത്തിങ്, നോ ഫിഷിംഗ്, വാൻസ്റ്റഡ് പാർക്ക്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഈപ്പിംഗ് ഫോറസ്റ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് ഈ പാർക്കിനെ കണക്ട് ചെയ്ത് നമ്മൾ ഈപ്പിംഗ് ഫോറസ്റ്റ് വരെ പോകും. ഇതാണ് ആ ഒരു ഫസ്റ്റ് പാർക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂ ബെൽസിൻ്റെ അടുത്തേക്ക് പോകാം. ഞാൻ ക്യാമറ ഇതിലാണ് വെച്ചേക്കണത്, സൈക്കിളിൽ തന്നെ വെച്ചാണ്. അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാവും. അപ്പോൾ സഹകരിക്കുക. എന്താ ഒരു കാട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പം ഇങ്ങനെ സൈക്കിളിൽ പോകാൻ പറ്റേണ്ടതാണ്. പോയി നോക്കാം. നാട്ടിലത്തൊക്കെ മറ്റേ കാവിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ്. കാടുകൾ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ബ്ലൂ ബെൽസിൻ്റെ അടുത്ത് എത്തുമായിരിക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വഴി വന്നത്. ബ്ലൂ ബെൽസ് പൂത്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ നേരെ കിടക്കുന്ന വഴി കൂടെ പോയാലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ ഫ്ലവർ ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ്. ഈ ഏരിയ ഫുള്ള് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഈ ഏരിയ പുറകിൽ ഫുള്ള് ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ്. ഈ പുറകിൽ ഫുള്ള് ഇങ്ങനെ. ഇത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ്.
മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പാർക്ക് കണക്ട് ചെയ്ത് നമുക്ക് പോവാം. അപ്പൊ അങ്ങനെ ഈപ്പിംഗ് ഫോറസ്റ്റിലേക്കുള്ള ആ ഒരു ഇത് ഞാൻ നോക്കട്ടെ. പറഞ്ഞ ലൊക്കേഷൻ അപ്പൊ ഇവിടെ ഇതാണ് ഈ വാൻസ്റ്റഡ് പാർക്കിന്റെ അകത്താണ് ഈ സംഭവം. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഇവിടെയാണ് പോയത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഹോളോ പോണ്ട് എന്ന് പറഞ്ഞൊരു പാർക്ക്, ഇവിടെയാണ് നെക്സ്റ്റ് പോകാനുള്ള പ്ലാൻ. ഇവിടെ ഈ പാർക്കിനെ കണക്ട് ചെയ്ത് നോക്കി ഇങ്ങനെ പോകാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്ത്, അതായത് ഇപ്പം ഇങ്ങനെ പറഞ്ഞു